ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കെമിസ്ട്രി ചാപ്റ്റർ 7 ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ എൻ്റെ ചാപ്റ്ററാണ്. അതിൽ 2022 SLC എക്സാമിനേഷൻ ചോദിച്ച ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ എല്ലാവരും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചോദ്യങ്ങളിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം CH4+2O2. അപ്പം മീതെയിനാണിത്. CH4 എന്ന് പറയുന്നത് മീതെയിനാണ്. അത് ഒരു ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കമ്പഷനാണ്, ഒരു കമ്പസ്റ്റൻ റിയാക്ഷൻ കമ്പഷനാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു ഷുവർ ക്വസ്റ്റൻ ആണ്. ഏതൊരു ഹൈഡ്രോ കാർബൺ ഓക്സൈഡ് റിയാക്ട് ചെയ്തിട്ട് കമ്പഷൻ നടക്കുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഹീറ്റാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് CO2 ആണ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, CH4+2O2 ലീഡ്സ് ടു CO2, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആൻസർ. ഓക്കെ, റൈറ്റ്. ഇനി രണ്ടാമത്തെ ചോദ്യം, അതിൽ എക്സ് എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് നമുക്ക് വരുന്നത് ഇവിടെയാണ് എക്സ് വരുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തത് Y. രണ്ടാമത്തെ ചോദ്യം NCF2 ലീഡ്സ് ടു CF2CF2N ടെഫ്ലോൺ. അപ്പോൾ അവിടെ ഈ റിയാക്ഷന്റെ പേര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. റിയാക്ഷന്റെ പേര് പോളിമറൈസേഷൻ ആണ്. N മോളിക്യൂൾസ് ഓഫ് ടെട്രാഫ്ലൂറോ എത്തീൻ കമ്പൈൻ ചെയ്തിട്ട് ആണ് ടെഫ്ലോൺ ഉണ്ടാകുന്നത്. പോളിമറൈസേഷൻ റിയാക്ഷൻ. റൈറ്റ് എനി വൺ യൂസ് ഓഫ് ദ ടെഫ്ലോൺ. ടെഫ്ലോണിന്റെ ഏതെങ്കിലും ഒരു യൂസ് എന്ന് പറയുന്നത് കോട്ടിംഗ് ആൻഡ് ഇന്നർ കോട്ടിംഗ് ഓൺ ഇന്നർ സർഫേസ് ഓഫ് നോൺ സ്റ്റിക് കുക്കർ. നോൺ സ്റ്റിക് കുക്കറിന്റെ ഇന്നർ സർഫേസ് കോട്ടിംഗ് ഉപയോഗിക്കുന്നതാണ് ടെഫ്ലോൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ചൂസ് ദ കോമ്പൗണ്ട്സ് ഫ്രം ദ ബോക്സ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ CH3COH ഇത് ഒരു ആസിഡാണ്. ഇത് 2 കാർബണുള്ള ആസിഡാണ്. അതിന് IUPAC നെയിം എന്ന് പറയുന്നത് എത്തനോയിക് ആസിഡാണ്. അസറ്റിക് ആസിഡ് ചൊറുക്കയാണ് നമ്മൾ കോമൺ ഉപയോഗിക്കുന്ന പേര്. അടുത്ത C3CO CH2CH3, പിന്നെ C3CH2OH. അപ്പോൾ ഇത് ആൽക്കഹോൾ ആണ്. പിന്നെ C12H22O11 ഇത് ഷുഗർ ആണ്. നമ്മൾ പഞ്ചസാരയുടെ കെമിക്കൽ ഫോർമുലയാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ അടുത്ത ചോദ്യം, വിച്ച് ഈസ് എ കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ C3COH ഇതാണ്. വിച്ച് കോമ്പൗണ്ട് ഈസ് എൻ എസ്റ്റർ. ഇവിടെ എസ്റ്റർ ആയുള്ള കോമ്പൗണ്ട് C3CO CH2C3. എസ്റ്റർ എന്ന് പറയുന്നത് ഓർഗാനിക് ആസിഡും ആൽക്കഹോൾ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതാണ് എസ്റ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സിൻ്റെയോ മറ്റേ ഫ്ലവേഴ്സിൻ്റെയൊക്കെ സ്മെല്ലുള്ള അതേ രീതിയിലുള്ള കെമിക്കൽസിനെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അത് എസ്റ്ററുകളാണ്. ഓക്കെ, സമയം കുറവുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ഐഡന്റിഫൈ എത്തനോൾ. എത്തനോൾ എന്ന് പറയുന്നത് CH3CH2OH ആണ്. നമ്മൾ ബിവറേജ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആണത്. ഈഥൈൽ ആൽക്കഹോൾ, എത്തനോൾ. അടുത്ത ചോദ്യം, വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ. എത്തനോളിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്നത് C12H22O11 ആണ്. ഇത് മൊളാസിസ്, കരിമ്പൻ ചണ്ടിയിൽ നിന്ന് ഉണ്ടാകുന്ന മൊളാസിസ്, അല്ലെങ്കിൽ ഇതിനാണ് ഷുഗറൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഷുഗറിന്റെ കെമിക്കൽ ഫോമുല കൂടിയാണത്. അപ്പോൾ C12H22O11 ആണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ആപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്ക് വാങ്ങിക്കുക. മറ്റു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാതെ വരെ ദിസ് ഫ്രണ്ട്സ് ഫ്രം സൈനിങ് ഔട്ട്.